റമദാൻ വ്രതക്കാലമായതോടെ തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽ പാടത്തിനരികിൽ രാത്രികളിൽ യുവാക്കളുടെ തിരക്കാണ്. നോമ്പുതുറയും തറാവി നമസ്കാരവും കഴിഞ്ഞ് ഉപ്പിലിട്ടതിന്റെയും സോഡയുടെയും ഐസുകളുടെയും രുചി നുണയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികെ പള്ളിക്കത്താഴത്ത് നിന്നുള്ള കാഴ്ചയാണിത്. വീട്ടിലെ നോമ്പുതുറയും പിന്നീട് തറാവി നമസ്കാരവും കഴിഞ്ഞാൽ യുവാക്കളുടെ നീണ്ട നിരയാണിവിടെ. വിവിധ ഇനം പഴങ്ങൾ, ഉപ്പിലിട്ടത്, കളർ മസാല, സോഡകൾ, ചിരണ്ടി ഐസുകൾ എന്നിവയ്ക്കാണ് ആളുകൾ എത്തുന്നത്. ചെറുമുക്ക് വഴി താനൂർ, തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ വയലിനോട് ചേർന്ന് കിടക്കുന്നയിടത്തെ തണുത്ത കാറ്റും കുളിരുമാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. നോമ്പുകാലത്തിന് രാത്രി നമസ്കാരത്തിന് ശേഷമാണ് ഈ യുവാക്കളെല്ലാം അവിടെ ഒരുമിച്ച് കൂടുന്നത്. നമുക്കറിയാം, തൊട്ടപ്പുറത്ത് നല്ല വയലാണ്, നല്ല ആമ്പൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന വയലാണ്. അവിടെ നിന്നുള്ള നല്ല കാറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു കൂർമ്മയേകുന്ന സംഗതിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് റമദാനോടനുബന്ധിച്ചാണ്, റമദാന്റെ രാത്രികളിലാണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ കൂടുതൽ സജീവമായിട്ടുള്ളത്. തൊട്ടടുത്ത പ്രദേശമായ തിരൂരങ്ങാടി, കുണ്ടൂര്, കരിമ്പില്, കക്കാട്, ചമ്മാട്, കൊളപ്പുറം, ചുള്ളിപ്പാറ ഏരിയന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇതൊരു തിരൂർ റോട്ടാണ്. തിരൂരിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഈ മധുരം നുകരാനും അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ എടുക്കാനൊക്കെ ആളുകൾ. മാങ്ങ, ജാതിക്ക, കോവയ്ക്ക, നാരങ്ങ, ക്യാരറ്റ്, മുളക് എന്നിങ്ങനെയാണ് ഉപ്പിലിട്ടവ. ചെറിയ കുട്ടികൾക്ക് പ്രിയമുള്ള ചിരണ്ടി ഐസാവട്ടെ എരിവ്, മധുരം, മിക്സഡ്, പാൽ ഐസ് എന്നിങ്ങനെയാണ്. മഞ്ചാടി സോഡ, ഗർഭം കലക്കി, സുനാമി തുടങ്ങിയവയാണ് സോഡകളിലെ പുതുതാരങ്ങൾ. ചെറുമുക്ക് പള്ളിക്കത്താഴം സ്വദേശികളായ MK ലത്തീഫ്, പറമ്പേരി അഷ്റഫ് എന്നിവരാണ് കച്ചവടം ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂർ.